ഗുഡ് ഈവനിങ്. കട്ടൻ ചായ 117 അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങളുടെ സഹകരണത്തിനും സപ്പോർട്ടിനും നന്ദി പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ട് മൂലം എനിക്ക് 2641 പേരുടെ സബ്സ്ക്രിപ്ഷൻ കിട്ടി. അതിന് ഞാൻ നന്ദി പറയുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ് us സ്റ്റാർട്ട്. ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, തേയില, മധുരം, വെള്ളം. ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ടീക്ക് വുഡ് പെക്കറിൻ്റെ കട്ടിംഗ് ബോർഡിലാണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നോരോന്ന് പരിചയപ്പെടുത്താം. മൊത്തത്തിലെല്ലാം ഒന്ന് കണ്ടു. ഇനി നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് ഓരോ സാധനങ്ങൾ കാണിക്കാം. ഇഞ്ചിയാണ് ആദ്യമായിട്ട് കാണിക്കുന്നത്. ഇഞ്ചി നമ്മുടെ ചെറിയ കപ്പിനകത്ത് എടുത്ത് വച്ചിരിക്കുന്നു, അരിഞ്ഞു വെച്ചിരിക്കുന്നു. അടുത്തത് ഏലക്ക, കറുവാപ്പട്ട, അതിൻ്റെ ഒരു കട്ടിങ്ങാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നു. അടുത്തത് തേയില, ലിപ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് എന്ന് പറയുന്ന ലോങ് ലീഫ് ടീ ആണ്. ലോങ് ലീഫ് ടീ അത് വളരെ നിലവാരമുള്ളൊരു ചായയാണ് തേയില. അടുത്തത് ഷുഗർ ഫ്രീ സ്വീറ്റ്നറാണ്. അത് പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു പെല്ലറ്റ്, അതായത് ഒരു ഗുളിക, 1 സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യം. വെള്ളം 2 ഗ്ലാസ് വെള്ളമാണ് 2 ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ പാത്രം, ഇത് ആ പാത്രം നമ്മൾ സ്റ്റൗവിൻ്റെ പുറത്ത് ഓൾറെഡി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിന് നമ്മൾ ഹീറ്റർ ഓൺ ചെയ്തു. ഹീറ്റർ ഓൺ ചെയ്തിട്ട് അതിൻ്റെ 60 എന്നുള്ള ആ ഡിഗ്രിയിൽ വന്നിട്ടുണ്ട്. 60 മിനിറ്റ് ആണ് അതിൻ്റെ കപ്പാസിറ്റി. ഇപ്പം നമുക്ക് വേണ്ടത് 2 മിനിറ്റ് മതി. 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചായ തിളച്ച് റെഡിയായി വരും. അപ്പോൾ അതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇടുകയാണ്. ആദ്യം നമ്മൾ ഇട്ടത് ഇഞ്ചി, അടുത്തത് ഇടുന്നത് ഏലക്ക, കറുവാപ്പട്ട. അപ്പോൾ ഈ 3 മസാലകളാണ് ഇടുന്നത്. ചായയുടെ മസാലയാണ് ഇതിൽ. അപ്പോൾ ചായക്ക് നല്ല സ്മെല്ല്, നല്ലതായിട്ടുള്ള ഭയങ്കരമായിട്ട് രുചി, ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഒരു വ്യൂവർ പറഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ആരംഭിച്ചത്. അതായത് നമ്മൾ കാഴ്ചക്കാർക്ക് അവരുടെ അഭിപ്രായം പറയുമ്പം നമ്മളത് അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഈ കറുവാപ്പട്ട, ഏലക്ക, ഇഞ്ചി എന്ന് പറയുന്ന സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഈ 2 മിനിറ്റ് സമയത്തേക്ക് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഈ നമ്മൾ ഈ സബ്സ്ക്രൈബിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് എന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം. അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പക്ഷേ എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരെ തിരിച്ചറിയണമല്ലോ. അപ്പോൾ ആ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കോഡാണ്. എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതായത് നമ്മൾ ചോദിക്കുന്ന സബ് ചെയ്യാം, സബ് എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ യൂട്യൂബിന് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരു ഇമോജി ഇടുക. ഇമോജി എന്ന് പറയുമ്പോൾ ഹാർട്ടിൻ്റെ സിമ്പൽ അല്ലെങ്കിൽ കൈയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ അതുപോലെ ഒരു ഇമോജി ഏതെങ്കിലും ഈ ഒരു വീഡിയോയിൽ ഇടുക. എൻ്റെ ഇഷ്ടംപോലെ വീഡിയോ കിടപ്പുണ്ട്, അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിലിടുക. അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ നടപടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കാണുമല്ലോ. കമൻറ്റ് ബോക്സിലിടുന്നുണ്ട്. കമൻറ്റ് ചെയ്തവരാരൊക്കെയാണ് തപ്പിപ്പോകുന്ന ആ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കും ഒരാൾ ഒരു ഇമോജി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോ പോയി കാണും. വീഡിയോ കണ്ടതിന് ശേഷം അവർ കമൻറ്റൊക്കെ എഴുതിയിട്ട് അവിടെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഞാൻ അവരോട് പറയുകയും ചെയ്യും, കമൻറ്റിനകത്ത് എഴുതുകയും ചെയ്യും, ഇത്ര നമ്പർ സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പദ്ധതി. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് സംസാരിക്കേണ്ട. ഇനി നമുക്ക് ഇത് തേയിലിടുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം വെള്ളം 2 മിനിറ്റ് തിളച്ചപ്പോൾ നമ്മളത് ഓഫ് ചെയ്തിട്ട് തേയിലിട്ടു. ഇനി അതിന് എത്ര സമയം ഇത് വെക്കണമെന്നുണ്ട്. അതായത് അത് ലൈറ്റ്, മീഡിയം, ഹാർഡ് അല്ലെങ്കിൽ ഡാർക്ക്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, ഇതാണ് അതിൻ്റെ സമയം. അപ്പോൾ നമ്മളൊരു മീഡിയം 3 മിനിറ്റ് നേരം വെച്ചാൽ മതി. ആ മീഡിയം കളറിൽ കിട്ടും. അതായത് അപ്പോൾ ആ അരിക്കുന്നതിന് വേണ്ടിയിട്ട് മഗ്ഗിനകത്തേക്ക് നമ്മൾ 2 പെല്ലറ്റ് സ്വീറ്റ്നർ ഇട്ടു. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ചായ അരിച്ചെടുക്കുന്നു. അരിക്കുന്നതിന് വേണ്ടിയിട്ട് അരിപ്പ വെച്ചിട്ടുണ്ട്. ആ അരിപ്പയിലൂടെ ചായ തിളച്ചത് അരിച്ച് വരുന്നു. അപ്പോൾ ആ ഫിൽറ്റർ ചെയ്താൻ വേണ്ടിയിട്ടെടുത്ത ആ ചായ നമ്മൾ പെല്ലറ്റുമായിട്ട് ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയെടുക്കുന്നു. സ്പൂൺ കൊണ്ട് ഇളക്കി കിട്ടിയതിന് ശേഷം അതിന് നമ്മൾ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് കപ്പിലേക്ക് ഒഴിക്കുക എന്നുള്ളതാണ്.
നമ്മുടെ ആ ചെറിയ കപ്പുണ്ട് ചായ ഗ്ലാസ്സിന് കൊണ്ട് നേരത്തെ നമ്മൾ ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി പുരോഗമനമായപ്പം നമ്മൾ കപ്പ് വാങ്ങി കപ്പിനകത്തായിട്ടാണ് ഇപ്പോൾ ചായ ഒഴിക്കുന്നത്. എന്നിട്ട് ഈ കപ്പ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെന്ന് സങ്കല്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ മേശപ്പുറത്ത് കൊണ്ട് വയ്ക്കുന്നു. മേശപ്പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥനയുടെ നടപടിയിലേക്ക് തിരിയുകയാണ്. അപ്പം ഇതുകൊണ്ട് വെള്ളം കൊണ്ട് ചായ ഇവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബൈബിൾ എടുത്തുകൊണ്ട് വരുന്നു. ബൈബിള് വളരെ ആദരവോടു കൂടിയാണ് എടുക്കുന്നത്. വിശിഷ്ട ഗ്രന്ഥങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ആദരവ് വേണം. നമുക്ക് വചനം തരുന്നത് ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഇന്നത്തെ ചാപ്റ്ററിൽ നിന്നാണ്, ഇന്നത്തെ അധ്യായത്തിൽ നിന്ന്. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 21 അധ്യായത്തിൽ 15 വചനം മുതലാണ്. അപ്പോൾ ഞാനത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അധ്യായം 21, 15 മുതൽ. തുകൽ സഞ്ചിയിൽ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലെ ഒരു അമ്പയത്ത് ദൂരത്ത് നിന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക, അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. വചനം ഇവിടെ തീർന്നു. കർത്താവെ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ നമ്മൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം.